ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. വേറൊന്നുമല്ല, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ്, ആ വകുപ്പിൽ എന്താ പറയുക, നടക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകൻ പൊതുമരാമത്ത് സെക്രട്ടറിയാണ് ബിജു IAS. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് വിരമിക്കുകയുണ്ടായി. വിരമിച്ചതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ അവർക്ക് താൽക്കാലിക ജീവനക്കാരിയായിട്ട് ജോലി ലഭിച്ചു. എന്താല്ലേ, എന്തൊരു അത്ഭുതമാണ് നോക്കുക. എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അതുമല്ല, അതിനേക്കാളും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇവർ വിരമിച്ച് പോയതിന് ശേഷം ഈ ഒരു ഒഴിവിലേക്ക് പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള വ്യക്തിക്ക് അവിടെ ജോലി ചെയ്യാനിരിക്കാൻ കസേരയില്ലാത്ത അവസ്ഥയായി. കാരണം ഈ വിരമിച്ച സ്ത്രീ തന്നെയാണ് വന്നപ്പോൾ അവിടേക്ക് ജോലിക്ക് വന്ന യഥാർത്ഥ ഉദ്യോഗസ്ഥക്ക് അവിടെ ഇരിക്കാൻ കസേരയില്ലാത്ത അവസ്ഥയായി. അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. ഇവർ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ടാണ് അവരെ, ആ ഒരു പേര് പറഞ്ഞിട്ടാണ് അവരെ താൽക്കാലിക ജീവനക്കാരിനെ വിരമിച്ചതിന് തൊട്ടടുത്ത ദിവസം നിയമിച്ചിട്ടുള്ളത്. പക്ഷേ അവരിരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അത് അവർ ആദ്യം ചെയ്തിരുന്ന അതേ വകുപ്പ് തന്നെയാണ്. ഇതിപ്പോൾ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാർ പിൻവാതിൽ കൂടെ പല നിയമനങ്ങളും നടത്തുന്നുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ അവർക്കിഷ്ടമുള്ള ആളുകളെ പിൻവാതിൽ കൂടെ നടത്തുന്നു. അപ്പം എന്താ ഇതിനർത്ഥം? PSCയും മറ്റു നോക്കുകുത്തികളാണോ? PSC എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്ന ആൾക്കാർ വെറും നോക്കുകുത്തികളാണോ? പിന്നെ PSC പറഞ്ഞൊരു സംഭവത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു തരം ചീപ്പ് പ്രവർത്തനമല്ലേ. എത്രയോ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വെറും കുത്തികളാക്കി മാറ്റുന്ന പ്രവർത്തനം. ഇങ്ങനെയൊക്കെയാണ് നിയമനം നടത്തുന്നതെങ്കിൽ ഇവിടെ PSCയുടെ ആവശ്യമില്ലല്ലോ. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അവർക്കിഷ്ടമുള്ള ആൾക്കാരെ പിൻവാതിൽ കൂടെ കയറ്റിയാൽ പോരെ. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാറ് ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഉചിതമായ നടപടി എടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ നമ്മളെ കേരളത്തിൻ്റെ ഒരു പോക്ക്? ഇങ്ങനെ പോയാൽ PSCയിൽ പോലും ഉദ്യോഗാർത്ഥികൾക്ക് വിശ്വാസമില്ലാതെ പോകും. കാരണം ഇങ്ങനെയൊക്കെയല്ലേ നടക്കണത്. പിന്നെ എന്തിനാ പഠിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നാൽ PSCയും ഒരു തരം സമയം പോക്കായിട്ട് ആൾക്കാർ കാണും. അപ്പോൾ ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.